ഹായ് ഡിയേഴ്സ്, SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. 2 പാർട്ടായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. STD 10th ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് പുതിയ ടെക്സ്റ്റ് ബുക്ക് 2025 ഇറങ്ങിയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ വായിക്കുന്നത്. HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും HSA സോഷ്യൽ സയൻസ് എന്ന് മാത്രമല്ല മറ്റെല്ലാ PSCക്കും എന്താവശ്യമാണ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ PSC എഴുതുന്നവർക്കും എസ്പെഷ്യലി HSA ആൻഡ് കേട്ടിട്ട് സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, മാറിയ ടെക്സ്റ്റ് ബുക്കാണ്. തീർച്ചയായിട്ടും ടെക്സ്റ്റ് മാറുമ്പോൾ നമ്മുടെ എല്ലാ എക്സാമിൻ്റെയും ബേസ് എന്ന് പറയുന്നത് SCERT ആണ്. സോ SCERT പഠിക്കാതെ നമുക്കൊരു എക്സാമും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. ക്ലാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ SCERT നമ്മൾ ഓരോ വരികളും വായിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും ഭാഗം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗത്തു നിന്നായിരിക്കാം ചോദ്യങ്ങൾ വരുന്നത്. സോ അതുകൊണ്ട് ഓരോ വരികളും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പലരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ നമ്മളെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടും സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ക്ലാസ് എന്ന് പറയുമ്പോൾ PDF ബാച്ച് ചെറിയൊരു എമൗണ്ടിന് PDF ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വാട്സപ്പിലൂടെ ക്ലാസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു ബാച്ച് നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ചെറിയൊരു എമൗണ്ടിനാണ് കൊടുക്കുന്നത്. സെറ്റ് ഹിസ്റ്ററിയും കൂടെ ജനറൽ പേപ്പറിൻ്റെ നോട്ട്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ജനറൽ നോട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി HSA കേട്ടിട്ട് പഠിക്കുന്നവരോട് HSA സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലുണ്ട്. UPSA LPSAക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ സയൻസ് കണ്ടൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഉണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ സോഷ്യൽ സയൻസിൻ്റെ വീഡിയോസ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 2 ഭാഗങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇത് നമ്മുടെ 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ഡിസ്കസ് ചെയ്യാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 25 പേജുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 20 പേജ് നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്ത് തീർത്തു. ഇനി 3ാമത്തെ പാർട്ട് ഒരു 5 പേജ് മാത്രമേ ഉള്ളൂ. നവോത്ഥാനവും ചരിത്രരചനയും. പിന്നെ ക്ലാസ് കാണുന്നവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളൊരു നോട്ട് എടുത്തിട്ട്, ഒരു നോട്ടും പേനയും എടുത്തിട്ട് ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും എഴുതി വെച്ച് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാനിതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ടും പെന്നും കയ്യിലെടുത്തിട്ട് ക്ലാസ് കാണാൻ ശ്രദ്ധിക്കുക. നവോത്ഥാനവും ചരിത്രരചനയും, റെനേസൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. ലോകചരിത്രം ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ലോകചരിത്രത്തെ 3ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. ഈ പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. ഓക്കെ, അപ്പോൾ CE 5ാം നൂറ്റാണ്ടിനും CE 15ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മധ്യകാലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രാചീനകാലത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് CE 5ാം നൂറ്റാണ്ടാണ്. അതിനുശേഷമാണ് മധ്യകാലം ആരംഭിക്കുന്നത്. പിന്നീട് CE 15ാം നൂറ്റാണ്ട് വരെ നമ്മൾ മധ്യകാലം എന്നാണ് പറയുന്നത്. ശേഷം ആധുനിക കാലം. ഓക്കെ, മോഡേൺ പീരീഡ്. പഠന സൗകര്യാർത്ഥം ലോകചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്രകാരം CE 5ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീന കാലമെന്നും തുടർന്ന് 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലമെന്നും അറിയപ്പെടുന്നു. 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലമായി പരിഗണിക്കുന്നു. ഈ രീതി നവോത്ഥാന കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. ഓക്കെ, ചരിത്രത്തെ ഈ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇത് വന്നിട്ടുള്ളത് ഏത് സമയത്താണ്, റെനേസൻസ് പീരീഡിലാണ്, നവോത്ഥാന കാലഘട്ടത്തിലാണ്. അപ്പോൾ പ്രാചീനകാലം എന്ന് പറയുന്നത് 5ാം നൂറ്റാണ്ട് വരെ, CE 5ാം നൂറ്റാണ്ട് വരെ. CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ മധ്യകാലഘട്ടവും 15ാം നൂറ്റാണ്ടിന് ശേഷം ആധുനിക കാലഘട്ടവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർതിരിവ് വന്നിട്ടുള്ളത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. ഇറ്റാലിയൻ ചരിത്രകാരനായിട്ടുള്ള ഫ്ലാവിയോ ബിയോണ്ടെ, ലിയാനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. 2 പേരും ഇമ്പോർട്ടൻ്റ് ആണ്.
ലിയാനാർഡോ ബ്രൂണി, അതുപോലെ ഫ്ലാവിയോ ബിയോണ്ടോ. നോട്ട് ചെയ്ത് പോകണേ. ഫ്ലാവിയോ ബിയോണ്ടോ ആൻഡ് ലിയോനാർഡോ ബ്രൂണി എന്നിവരാണ് ചരിത്രത്തെ ഈ രീതിയിൽ വിഭജിക്കുന്ന രീതി ആവിഷ്കരിച്ചത്. ഇക്കാലത്ത് ചരിത്രരചനയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട എന്ത് മാറ്റമാണ് ചരിത്ര രചനയിൽ അഥവാ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്? മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ചരിത്രരചനയിൽ പ്രതിഫലിച്ചു. നമ്മൾ പറഞ്ഞതാണ് റെനൈസൻസ് കാലത്തിൻ്റെ പ്രത്യേകത മാനവികതയാണ്, ഹ്യൂമനിസമാണ്. മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന, മതത്തിനേക്കാൾ ഉപരി മനുഷ്യന് പ്രാധാന്യം കൽപ്പിക്കുന്ന ചിന്താഗതിയാണ് നവോത്ഥാന കാലത്തുണ്ടായിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ മാനവികത എന്ന് വിളിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം എവിടെയും കാണാൻ സാധിച്ചിട്ടുണ്ട്? ചരിത്രരചനയിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങൾ ദൈവസൃഷ്ടിയാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള അഥവാ സൂപ്പർ നാച്ചുറൽ പവർ ആണെന്നുമുള്ള കാഴ്ചപ്പാടാണ് എന്ന് നിലനിന്നിരുന്നത്? മധ്യകാലത്ത് നിലനിന്നിരുന്നത്, അഥവാ നവോത്ഥാനം വരെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ മധ്യകാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് ചരിത്ര സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ദൈവമാണെന്നും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതും ആരാണ്? സൂപ്പർ നാച്ചുറൽ പവറാണ് എന്നുമാണ് മധ്യകാലത്ത് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാടിന് നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ തുടങ്ങി. സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾക്കും അഥവാ ക്രോണിക്കിൾസ്, പുരോഹിതരുടെ ജീവിതകഥകൾക്കും ഉപരിയായി എന്തിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങി? മനുഷ്യ ജീവിതം ചരിത്രരചനയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. ഓക്കെ, അതിനു മുന്നേ സന്യാസിമാരുടെ കഥകളും അല്ലെങ്കിൽ ദിനവൃത്താന്തങ്ങളും പുരോഹിതരുടെ ജീവിതകഥയും എല്ലാമാണ് ചരിത്രത്തിൻ്റെ വിഷയങ്ങളായിരുന്നത്. സോ പിന്നീട് നവോത്ഥാന കാലത്ത് എന്തുണ്ടായി? അതിലെല്ലാം മാറ്റം വന്നു. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കും മനുഷ്യ ജീവിതത്തിനും പ്രാധാന്യം നൽകി തുടങ്ങി. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ സുപ്രധാനമായ സ്ഥാനം ലഭിച്ചതാണ് നവോത്ഥാന കാല ചരിത്രരചനയുടെ മറ്റൊരു പ്രധാന സവിശേഷത. എന്തൊക്കെയായിരുന്നു? പുരാവസ്തു തെളിവുകൾക്കും അതുപോലെ ശേഷിപ്പുകൾക്കും. പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്രരചനയിൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങി. തൽഫലമായി ചരിത്രകാരന്മാർ ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ തെളിവുകൾക്ക് ചരിത്രരചനയിൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങി. ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തു പ്രതികളൊക്കെ ചരിത്രരചനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. പ്രാചീന കയ്യെഴുത്തു പ്രതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായി. ഇവിടെ ദിനവൃത്താന്തം എന്താണെന്നൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിക്കാം. രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ കൊട്ടാര ചരിത്രകാരന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അല്ലേ? രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊട്ടാരം ചരിത്രകാരന്മാരെ ചുമതലപ്പെടുത്താറുണ്ട്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരുപാട് കൊട്ടാരം ചരിത്രകാരന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ തങ്ങളുടെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെ ആധുനിക ചരിത്രകാരന്മാർ ദിനവൃത്താന്തങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം അവ സംഭവങ്ങളുടെ തുടർച്ചയായ കാലാനുക്രമ വിവരണം നൽകുന്നവയായിരുന്നു. അതൊരു ക്രൊണോളജിക്കൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ക്രോണിക്കിൾസ് അഥവാ ദിനവൃത്താന്തം എന്ന് വിളിച്ചിരുന്നത്. മാനവികതയുടെ കടന്നുവരവോടെ ചരിത്രരചനയിൽ വിമർശനങ്ങൾക്കും സ്ഥാനം ലഭിച്ചു. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കൈയടക്കി. മാക്യവെല്ലിയും നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കി. മാക്യവെല്ലിയെ മുന്നേ നമ്മൾ പഠിച്ചതാണ്. ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതി? ദ പ്രിൻസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? ദ പ്രിൻസ് എന്ന് പറയുന്ന കൃതിയിലാണ്. നവോത്ഥാനവും ശാസ്ത്രവും. അടുത്ത ടോപ്പിക്ക് നവോത്ഥാനവും ശാസ്ത്രവും. 1609 ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പാദുവ നഗരത്തിലെ തൻ്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾഡ് ബ്രെക്റ്റിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൻ്റെ പ്രാരംഭ വാക്യമാണിത്. ആ പേരൊന്ന് നോട്ട് ചെയ്യുക. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പേരാണ് ബെർത്തോൾഡ് ബ്രെക്റ്റ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇത്, ഗലീലിയോയുടെ ജീവിതം. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം 16-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു.
നമുക്കറിയാം ആ ഒരു കാലത്ത് മധ്യകാലഘട്ടത്തിൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ജിയോസെൻട്രിക് വേൾഡ് വ്യൂ ആയിരുന്നു. ഭൂമിയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതേസമയം ഭൂമിയല്ല, സൂര്യനാണ് കേന്ദ്രമെന്ന് പിന്നീട് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഓക്കെ, ആ ഒരു സൂര്യനാണ് ലോകത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് തിരിച്ചറിയുന്നതിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാന ചുവടുവെപ്പാരുടേതായിരുന്നു ഗലീലിയോയുടെയും അതുപോലെ കോപ്പർനിക്കസിൻ്റെതൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇത്തരത്തിൽ നിലവിലിരുന്ന ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് നമുക്ക് നോക്കാം. നവോത്ഥാനം ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാന കാലത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായ ഒരു പ്രധാന മേഖല ജ്യോതിശാസ്ത്രമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം 16-ാം നൂറ്റാണ്ട് വരെ വെല്ലുവിളികൾ നേരിടാതെ നിലകൊണ്ടു. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള പോയിന്റ് എന്താണ്? പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള കാഴ്ചപ്പാട് ആര് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ടോളമിയാണ്. ഓക്കെ, ടോളമിയാണ്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രം ലോകത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞത് ടോളമിയാണ്. ഓക്കെ, അതാണ് മധ്യകാലത്ത് നിലനിന്നിരുന്ന ചിന്താഗതി. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. കോപ്പർനിക്കസിൻ്റെ രാജ്യം നോട്ട് ചെയ്യുക, പോളണ്ടുകാരനാണ്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഈ ഒരു ചിന്താഗതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോപ്പർനിക്കൻ വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. അതിനെയാണ് നമ്മൾ കോപ്പർനിക്കൻ വിപ്ലവം എന്നാണ് ചരിത്രത്തിൽ ആ ഒരു സംഭവം അറിയപ്പെടുന്നത്. കോപ്പർനിക്കസിൻ്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു. സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി. ജോഹന്നാസ് കെപ്ലറിൻ്റെ ഐഡിയ ആയിരുന്നു എന്ത്? സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞത് കെപ്ലറാണ്. ഇത് 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. ഓക്കെ, അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തിയായിരുന്നു ആര്? കെപ്ലർ, അല്ലെങ്കിൽ കെപ്ലറിൻ്റെ ഐഡിയാസ്, കണ്ടുപിടുത്തങ്ങൾ. ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. ഗലീലിയോയുടെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെ ശരിവെച്ചു. ചലനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതി, മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതി എഴുതിയത് ആരാണ്? ഗലീലിയോ ആണ്. ഓക്കെ, അത് നോട്ട് ചെയ്യുക, ചലനം. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു. സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ പാരസെൽസസ് എന്ന പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ്രിയസ് വെസാലിയസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ആൻഡ്രിയസ് വെസാലിയസ്. മൃതശരീരങ്ങളെ കീറി മുറിച്ച് പരിശോധിച്ചു. ഓക്കെ, ആദ്യമായിട്ട് മനുഷ്യ ശരീരത്തെ കീറി മുറിച്ച് പരിശോധിച്ചത് ആൻഡ്രിയസ് വെസാലിയസ് ആണ്. ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പേരും നോട്ട് ചെയ്തു പോവുക. ഓക്കെ, ഇനി നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള മറ്റൊരു മാറ്റമാണ് മതനവീകരണം അഥവാ റിഫർമേഷൻ. എന്താണ് റിഫർമേഷൻ? എന്താണ് മതനവീകരണം? ആരാണതിൻ്റെ ലീഡർ? ആരായിരുന്നു? എന്തായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. നവോത്ഥാനത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു. നമ്മൾ പറഞ്ഞു നവോത്ഥാനം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ആർട്ടിലായാലും ആർക്കിടെക്ചറിലായാലും ചിത്രകലയിലും അതുപോലെ വാസ്തുവിദ്യയിലും ശില്പകലയിലും എല്ലാം നവോത്ഥാനം, ലിറ്ററേച്ചറിലും എല്ലാം നവോത്ഥാനത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മതത്തിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ മതരംഗത്തും ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. ഒന്ന് നോട്ട് ചെയ്യണേ, ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവന
റോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്കാ സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് പാശ്ചാത്തലമൊരുക്കി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇറാസ്മസ്, ജോൺ വൈക്ലിഫ്, ജോൺ ഹസ്, സവോനറോള എന്ന് പറയുന്ന ആളുകൾ അന്ന് നിലനിന്നിരുന്ന കത്തോലിക്കാ സഭയുടെ ചില ആചാരങ്ങളെ അല്ലെങ്കിൽ അതിനെ ഒരു അപഹാസ്യ രൂപത്തിൽ, കളിയാക്കുന്ന രൂപത്തിൽ കൃതികളും മറ്റും രചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു പശ്ചാത്തലമുണ്ടായി. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ പാപവിമോചന പത്രം ഇൻ്റലിജൻസ്, ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ എന്തുണ്ടായിരുന്നു, ഒരു പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നടത്തിയിരുന്നു. അക്കാലത്തെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത് ആ ഒരു സംഭവമായിരുന്നു. പാപവിമോചന പത്രം പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാമെന്ന് മതനേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികൾ, കത്തീഡ്രലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നതായിരുന്നു സഭാ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ വിൽപ്പനക്കായി ജൊഹാൻ ടെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിലെത്തി. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തൻ്റെ 95 പ്രബന്ധങ്ങൾ പതിപ്പിച്ചു. അപ്പോൾ ആരുടേതാണ് 95 പ്രബന്ധങ്ങൾ? 95 തീസിസ് ആരുടേതാണ്? 95 പ്രബന്ധങ്ങൾ ആരുടേതാണെന്ന് ചോദിക്കും. മുന്നേ സെറ്റ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 95 പ്രബന്ധങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് മാർട്ടിൻ ലൂതറിൻ്റേതാണ്. ആ പ്രബന്ധങ്ങൾ അദ്ദേഹം പതിപ്പിച്ച വർഷം എന്നായിരുന്നു 1517. മാർട്ടിൻ ലൂതർ ഏത് നാട്ടുകാരനാണ്? ജർമ്മൻകാരനാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനം എന്ന മതനവീകരണത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. അപ്പോൾ ഇതാണ് മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിട്ട് പറയുന്നത്. പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനം, പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണം, പ്രൊട്ടസ്റ്റൻ്റ് റിഫർമേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ജർമ്മന് പകരം ലാറ്റിൻ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയത്. എന്നാൽ അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രചരിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ജർമ്മനിയിലെ സർവകലാശാലകളും മതനവീകരണത്തിന് പാശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാല. നോട്ട് ചെയ്യുക, വിറ്റൻബർഗ് സർവകലാശാല എവിടെയാണ്? ജർമ്മനിയിലാണ്. അതായിരുന്നു മാർട്ടിൻ ലൂതറുടെ മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത്. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ഭരണാധികാരികളുടെ താൽപ്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തു പകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഉൾറിച്ച് സിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി 8-നുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഉൾറിച്ച് സിംഗ്ലി, ജോൺ കാൽവിൻ, ഇതെല്ലാം +1 ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻ്റാണ്. ഈ റിഫോർമേഷനൊക്കെ +1 ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. രാജാവായ ഹെൻറി 8-നുമാണ് മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ മതനവീകരണത്തിൻ്റെ ലീഡേഴ്സിനെ നോട്ട് ചെയ്യുക. ആദ്യം നമ്മൾ മാർട്ടിൻ ലൂതറെ പറഞ്ഞു, പിന്നെ ഉൾറിച്ച് സിംഗ്ലി, ജോൺ കാൽവിൻ, അതുപോലെ ഹെൻറി 8. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഇതാണ് മതനവീകരണം. കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ വന്നിട്ടുള്ളതാണ് മതനവീകരണം. ക്രിസ്ത്യൻ മതത്തെ നവീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കത്തോലിക്ക സഭ ഇതിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കും? പ്രതിരോധിക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് മതനവീകരണം, കൗണ്ടർ റിഫോർമേഷൻ. പിന്നെ എന്താണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് നോക്കാം. ഇവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ പറഞ്ഞ നേതാക്കൾ സിംഗ്ലി അതുപോലെ ജോൺ കാൽവിനൊക്കെ ഏത് രാജ്യക്കാരാണ് എന്ന് നോട്ട് ചെയ്യണേ? സ്വിറ്റ്സർലൻഡുകാരാണ്. മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇത്
പ്രതിമത നവീകരണം എന്ന് അറിയപ്പെട്ടു. അവർ സ്വയം നവീകരിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെൻറ്റിൽ സഭാ നേതൃത്വത്തിൻ്റെ ഒരു സമ്മേളനം അഥവാ സുനഹദോസ് നടന്നു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഈ ഒരു ഇറ്റലിയിലെ ട്രെൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ട്രെൻഡ്, അല്ലെങ്കിൽ ട്രെൻഡ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. തൽഫലമായി പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലൊയോളയാണ് ഇതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹത്തിൻ്റെ രാജ്യം സ്പെയിനാണ്. ഈ പുരോഹിതൻ അദ്ദേഹം സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ്. അപ്പോൾ ആരാണ് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത്? അത് ഇഗ്നേഷ്യസ് ലയോളയാണ്. ഈ ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും മതനവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചു. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ മതനവീകരണത്തിന് കഴിഞ്ഞു. ഈ മതനവീകരണം കത്തോലിക്ക മതനവീകരണം എന്നും അറിയപ്പെട്ടു. കാത്തലിക് റിഫർമേഷൻ എങ്ങനെയാണ് ചോദ്യത്തിൽ വരിക എന്നറിയില്ല. അപ്പോൾ എല്ലാ പേരുകളും പഠിച്ചു വയ്ക്കുക. കത്തോലിക്ക മതനവീകരണം, കാത്തലിക് റിഫർമേഷൻ. ഗ്രീക്കോ റോമൻ കാലം മുതൽക്ക് നിലനിന്നിരുന്ന മാനവികാശയങ്ങളുടെ വികാസ പരിണാമഘട്ടത്തെയാണ് നവോത്ഥാനം അടയാളപ്പെടുത്തുന്നത്. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. മനുഷ്യനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ കാതൽ. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിക്കുക. 3 പാർട്ടായിട്ടാണ് ചെയ്തത്. അത്രയും വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. തീർച്ചയായിട്ടും മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. HSAൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യാറുണ്ട്, അതും കാണാൻ ശ്രദ്ധിക്കുക. HSAക്ക് ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് സെക്കൻഡ് ചാപ്റ്ററായിട്ട് വരുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 10th മാത്രമല്ല, 10th ഇപ്പോൾ തുടങ്ങി വെച്ചതുകൊണ്ട് പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് 10th കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റുള്ള 9th ഒക്കെ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കമൻറ്റുകളും നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്